ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മുടെ ഡെഡ്പൂൾ 3ൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു ഒഫീഷ്യൽ ന്യൂസ് നമ്മുടെ റയൻ റെയ്നോൾഡ്സ് തന്നെ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മുടെ ട്രെയിലർ ഏത് നിമിഷം വേണമെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്കറിയാൻ വരുന്ന സൂപ്പർ ബൗൾ ഇവൻറ്റിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് ടീസർ വരുന്നതെന്നാണ് റൂമേഴ്സ്. നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. കാരണം ആ സമയത്ത് തന്നെയാണ് എല്ലാ കൊല്ലവും നമ്മുടെ സൂപ്പർ ബൗളിൽ കൂടെ മാറുവാൻ എന്തെങ്കിലും ഒരു ടീസർ ട്രെയിലർ അവർ സാധാരണ റിലീസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ വട്ടം ഡെഡ്പൂൾ 3യുടെ ഫസ്റ്റ് ടീസർ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പടം റിലീസ് ചെയ്യാൻ ഒരു 5 മാസം ഗ്യാപ്പ് ഇടയിൽ വരുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് വെച്ചിട്ട് ഇതിൻ്റെ റീഷൂട്ട്സും കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അപ്പം പല സംഭവങ്ങളും, അതായത് നമ്മൾ ലീക്സിൽ കൂടെ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും ഇനി മാറിയെന്നും വന്നേക്കാം, ചിലപ്പോൾ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തെന്നും വന്നേക്കാം. അപ്പോൾ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കുറേ ലീക്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ഒന്നും ചെയ്തിട്ടുമില്ല. കാരണം നമ്മുടെ ചാനലിൽ കൂടെ ഇനി സ്പോയിലേഴ്സും കാര്യങ്ങളൊന്നും അധികം വരുന്നതുണ്ടായിരിക്കത്തില്ല ഈ ഒരു മൂവിനെ ബേസ് ചെയ്തിട്ട്. അപ്പം നമ്മുടെ റെയ്ഡ് റിച്ചാർഡ് തൊട്ട്, അതായത് നമ്മുടെ വാണ്ട വരെയുള്ള പല ക്യാരക്ടേഴ്സും ഈ ഒരു പടത്തിനകത്ത് വരുന്നുണ്ടെന്നുള്ള രീതിയിൽ പല ലീക്സ് റൂമേഴ്സ് എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ ക്യാരക്ടേഴ്സാണ് വരാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് പടം ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അല്ലാതെ വേറെ റൂമേഴ്സിലോട്ടും പോയി ചാടി വീഴരുത്. കാരണം അമ്മാതിരി ലീക്സും കാര്യങ്ങളും ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് ഈ ഒരു പടത്തിനകത്ത് വരാൻ പോകുന്ന മറ്റ് ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് മെയിൻലി ഒരു സ്പോയിലർ വാർണിംഗ് പോലെ ഞാൻ എടുത്ത് പറയുന്നത്. അല്ലാതെ മറ്റ് വെബ്സൈറ്റിലൊന്നും പോയി ചാടി കൊടുക്കരുത്. കാരണം തിയേറ്ററിൽ ഇരുന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഈ ഒരു പടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലീക്കും കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ഇന്ന് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പരമാവധി ഈ ഒരു പടത്തിൻ്റെ സ്പോയിലേഴ്സിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പ്രധാനപ്പെട്ട പറയേണ്ട മറ്റൊരു സംഭവം നോക്കുകയാണെങ്കിൽ, നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ 4 ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ സോണി ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചെറ്റത്തരമെന്ന് ഞാൻ എടുത്ത് പറയത്തുള്ളൂ. കാരണം ഇപ്പം നോ വേ ഹോമിൽ കൂടെ ഒരു മൾട്ടിവേഴ്സൽ ഇവൻറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം അതിന് തൊട്ട് പുറകെയായിട്ട് അടുത്ത സ്പൈഡർമാൻ 4 പിന്നെ നമ്മുടെ ആൻഡ്രൂനും ടോബിനെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മുടെ സോണി പിക്ചേഴ്സ് എന്നാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഒറ്റ ആവശ്യമില്ല. കാരണം നമ്മുടെ കെവിൻ ഫൈഗി സ്പൈഡർമാൻ 4 എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ടഡ് മൂവി ആയിട്ട് ഇറക്കാനാണ് പ്ലാൻ. നമ്മുടെ കിങ് പിനെ ഡെയർ ഡെവിലിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഗ്രൗണ്ടഡ് ലെവലിൽ ഇറക്കാനായിരുന്നു പ്ലാൻ നമ്മൾ മുമ്പേ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സംഭവം തന്നെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ സോണിക്ക് അതൊരു മൾട്ടിവേഴ്സൽ ലെവലിൽ പുഷ് ചെയ്താൽ മാത്രമേ അവർക്ക് സമാധാനം ആവത്തോളം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. പക്ഷേ ടോം ഹോളണ്ടിനും ഇതിന് വലിയ താല്പര്യമില്ല. കാരണം ഇപ്പം ഉടനെ ആ ഒരു ടോബിനും ആൻഡ്രൂനും അവർ നല്ലൊരു ഭയം പറഞ്ഞ് വിട്ടവരെ പിന്നെ നെക്സ്റ്റ് അടുത്തൊരു പടത്തിൽ തന്നെ അവർ പിന്നെയും തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതൊരുമാതിരി വല്ലാത്ത ഒരു എന്തോ പോലെ സംഭവം തന്നെയാണ്. അപ്പോൾ എനിക്കത് പേഴ്സണലി എന്തോ പോലെയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ പിന്നെയും പറയാൻ പോകുന്നത്. അതായത് നമുക്കറിയാം മാഡം വെബ് എന്നുള്ള പടം അടുത്ത ഫെബ്രുവരി മാസം 14 റിലീസ് ആവുന്നുണ്ട്. അപ്പം ഈ ഒരു പടത്തിനകത്ത് നമ്മുടെ സ്പൈഡർമാനെ പറ്റിയുള്ള പല എലമെൻറ്റ്സ് നമ്മൾ ഈ ഒരു പടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സംഭവം ഈ ഒരു മൊത്തത്തിൽ ഈ ഒരു പടത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് റൂമേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പടത്തിനകത്ത് നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ അപ്പനും അമ്മേനെയൊക്കെ കാണിക്കുമെന്ന് നമുക്കറിയായിരുന്നു. അപ്പോൾ അവരുടെ ഒരു യങ്ങർ വെർഷനെയൊക്കെ നമ്മൾ ട്രെയിലറിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ ഒരു സ്ക്രീൻ ടൈമും കാര്യങ്ങളും കുറച്ചിട്ട് മാക്സിമം നമ്മുടെ മാഡം വെബിലോട്ട് ഫോക്കസ് ചെയ്യുന്ന രീതിയിലോട്ട് അവർ സ്ക്രിപ്റ്റും അല്ലെങ്കിൽ ആ ഒരു മൂവി എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പം ഇവർ ഈ ഒരു സ്പൈഡർമാനെ വെച്ചിട്ട് പ്രൊമോഷൻ നടത്തുവാണെങ്കിലും പക്ഷേ ആ ഒരു പടത്തിനകത്ത് സ്പൈഡർമാൻ്റെ എലമെൻറ്റ്സും കാര്യങ്ങളൊന്നും വരുന്നില്ലെന്നാണ് നമുക്കിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഒരു പണി നേരത്തെ നമ്മുടെ സോണി ചെയ്തിട്ടുള്ളതായിട്ട് നമുക്കറിയാം. അതായത് നമ്മുടെ മോർബീസ് എന്നുള്ള പടത്തിൻ്റെ ട്രെയിലർ ഇറങ്ങുന്ന സമയത്ത് സ്പൈഡർമാനെ വെച്ചിട്ട് തന്നെയാണ് ഇവർ പ്രൊമോഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ പടം വരുന്ന സമയത്ത് മൊത്തം എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു പടത്തിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന നമ്മുടെ വെനം 3യുടെയും ആ ഒരു അവസ്ഥ ഇത് തന്നെ ആവാനാണ് സാധ്യതയെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇപ്പോൾ ആർക്കും വേണ്ടാഞ്ഞിട്ട് ഇപ്പോൾ ആരാണ്ട് അത്യാവശ്യമായിട്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതൊക്കെ അടുത്ത നമ്മുടെ ഡോക്ടർ ഒക്ടോപ്പസിൻ്റെ ഒരു സോളോ മൂവി വരുന്നുണ്ടെന്നൊക്കെ ഒരു റൂമർ കേൾക്കുന്നുണ്ട്. എനിക്കറിഞ്ഞൂടാ ഈ ഒരു സോണി എന്താണ് ഈ ചെയ്ത് കൂട്ടാൻ പോകുന്നതെന്ന്. മര്യാദയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡിനെ വെച്ചിട്ട് ഒരു അമേസിംഗ് സ്പൈഡർമാൻ 3 നമ്മുടെ ടോബി മെഗറിൻ്റെ സ്പൈഡർമാൻ 4 എടുക്കുന്നതിന് പകരം അവർ ഈ ഒരു വില്ലന്മാരെ വെച്ചിട്ട് കഷ്ടപ്പെട്ട് പടം എടുത്ത് ഫ്ലോപ്പ് ആക്കുന്ന രീതിയിലാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ പ്രധാനപ്പെട്ട് വന്നിട്ടുള്ള മെയിൻ 2 അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇത് 2 മാത്രമാണ്. അപ്പം ഇനി കൂടുതൽ പറഞ്ഞു വലിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കിടന്ന ബെല്ലൈക്കണും കൂടെ ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാനപ്പോൾ ഇതിലുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്ന നമ്പർ എല്ലാവർക്കും ബൈ ഗൈസ്.